വെറും 250 രൂപയ്ക്ക് സോളാർ വെച്ചാൽ എങ്ങനെ ഇരിക്കും? പറയുന്നത് കള്ളമല്ല. കാരണം നമ്മുടെ മലയാളികളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു സോളാർ പ്രൊജക്റ്റ്, ഏതൊരു പ്രൊജക്റ്റും ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്ക് ആവശ്യമുള്ള കാര്യത്തിൽ അവർക്ക് തീരുമാനമെടുക്കുന്നതിൽ ഒരു വൈകല്യമുള്ള ഒരു കൂട്ടം ജനതയുണ്ടെങ്കിൽ അത് മലയാളികളാണെന്ന് പറയും. ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ഇലക്ഷൻ സമയത്ത് വോട്ടിടുന്നത് അവൻ്റെ കാര്യമാണ്. പക്ഷെങ്കിൽ എപ്പോഴും ചതിക്കുന്നവർക്കും വഞ്ചിക്കുന്നവർക്കും പറ്റിക്കുന്നവർക്കും കൊണ്ട് വോട്ട് ചെയ്യും. കേരളത്തിൽ വന്നു പോയത്ര ആടെ മാഞ്ചിയം തേക്ക ഈട്ടി എനിക്കറിയത്തില്ല. ലോകത്തുള്ള ഏത് കളിപ്പീര് പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാലും കേരളത്തിൽ വന്ന് ഓടും. അത് ഗംഭീരമായിട്ട് ഓടും. നാട്ടുകാരുടെ എല്ലാം പൈസയും കൊണ്ട് ആൾക്കാർ മുങ്ങും. എന്തൊക്കെ മലയാളിക്ക് പറ്റിയത് അറിയാത്തതുകൊണ്ട് ചോദിക്കുക. ലോകത്തുള്ള ആടെ മാഞ്ചിയം, പിന്നെ ഈ കഴിഞ്ഞ ദിവസം ക്രിപ്റ്റോ കറൻസി, കഴിഞ്ഞ ദിവസം ഒരാളിത് പൊട്ടിക്കരയുകയാണ് എന്നെ വിളിച്ചിട്ട്. എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു. ആളുടെ 5 ലക്ഷം രൂപ, പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി അടക്കം പണയം വെച്ചിട്ട് 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഒരിടത്തിട്ടു. നമ്മുടെ ഹൈവേ വന്നല്ലോ, അവരെല്ലാവരും സമരം ചെയ്ത് ശക്തമായിട്ട് സമരം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിൻ്റെയിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെയിൽ നിന്നൊക്കെ പൈസ മേടിച്ച് വലിയൊരു ശതമാനം ആൾക്കാർ കൊണ്ട് ക്രിപ്റ്റോ കറൻസി എന്നും പറഞ്ഞുകൊണ്ട് പൈസ ഇട്ടിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അതൊക്കെ പൊട്ടിപ്പോയി. മിണ്ടാൻ പറ്റുമോ? പുറത്ത് പറയാൻ പറ്റുമോ? അവർക്ക് നഷ്ടബോധവും തോന്നുന്നില്ല. എന്താ കാര്യമെന്ന് അറിയാമോ? വഴി കിടന്ന് കിട്ടിയ പൈസ പോലെയാണ് അവർ കണക്ക് കൂട്ടിയത്. അവർക്ക് കിട്ടിയ പൈസ, അർഹതപ്പെട്ട പൈസ, വലിയ സമരവും വിപ്ലവവും ഒക്കെ നടത്തി വാരിക്കുന്തവും ഒക്കെ കൊണ്ട് റോഡിൽ ഇറങ്ങി നിന്നിട്ട് മേടിച്ചെടുത്ത പൈസ കൊണ്ടുവന്ന് ആർക്കോ കൊടുത്തു. ആരോ വന്നു എന്തോ പറഞ്ഞു, പൈസ കൊടുത്തു, അവൻ എങ്ങോട്ടോ പോയി. ഇതാണ് നമ്മുടെ നിലവിലത്തെ ഒരു സിസ്റ്റം. അത് സോളാർ ചെയ്യുന്നതിനായാലും ഇതേ അവസ്ഥ തന്നെയാണ്. എന്താ കാര്യം? ആരോ വന്നു. എവിടുന്നാ വന്നേ? ഈ അവസാനം ഈ പറയാൻ വേണ്ടി മാത്രമാണ് മലയാളി ഇന്ന് വാ പൊളിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് അവൻ്റെ പഞ്ചായത്തിൽ ഒരു ഗുണവുമില്ലാത്ത ഒരു വ്യക്തിയെ പിടിച്ചെന്ത് ചെയ്യും? ജയിപ്പിച്ചു വിടും. എന്നിട്ട് എല്ലാ ദിവസവും ഇവനെ ചീത്ത വിളിക്കുക. കാരണം എന്താ? ഇവന് രാഷ്ട്രീയപരമായിട്ടുള്ള ബോധമില്ല, സാംസ്കാരികപരമായിട്ടുള്ള ബോധമില്ല. ചില സംസ്ഥാനങ്ങളിൽ ചില വിദ്യാഭ്യാസ മന്ത്രിമാർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, എത്ര കുട്ടികൾ ജയിച്ചു എന്ന് അക്കമിട്ട് പറയാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിമാരെ തിരഞ്ഞെടുത്ത് വിടുന്നു. ഒട്ടും സംസ്കാരമില്ലാതെ സംസാരിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യുന്നു? സാംസ്കാരിക മന്ത്രിയാക്കി മാറ്റുന്നു. കൈക്കൂലി, അഴിമതിയും കെടുകാര്യസ്ഥതയുമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു? ധനകാര്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നു. സ്വന്തം വീട്ടിലെ ആൾക്കാരുടെ കാര്യം പോലും നോക്കാൻ അറിയാത്തവരെ മണ്ഡലം നോക്കാൻ ഏൽപ്പിക്കുന്നു. വർഷത്തിലൊരിക്കൽ പോലും ആ സ്ഥലത്തെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ MP ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇതാണ് മലയാളിയുടെ ബോധം. അത് ഏതൊരു കാര്യത്തിലായിക്കോട്ടെ, ഇൻവെസ്റ്റ് ചെയ്യുന്നതിലായിക്കോട്ടെ. അതേസമയം മറ്റു സ്ഥലത്തുള്ളവരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടു നോക്കണം. അവർക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്, എവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എനിക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഈ ബോധം ഇല്ലാത്ത ഒരു കൂട്ടം ജനതയാണ് നമ്മളുടെ ആൾക്കാർ. ഇതേ ഇഷ്യൂ തന്നെയാണ് സോളാർ വെക്കുന്ന കാര്യത്തിലുള്ളത്. കുറേ ആൾക്കാർ വരും, സാറേ നിങ്ങളുടെ കറണ്ട് ചാർജ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ സർവീസ് തരുമെന്നോ, ഒരു എഗ്രിമെൻ്റ് മേടിക്കാനോ, വാറണ്ടി കാർഡ് മേടിക്കാനോ, ഈവൻ ഈ പാനൽ ക്ലീൻ ചെയ്യാൻ കയറാനുള്ള സൗകര്യങ്ങളുണ്ടെന്നോ, ഇതൊന്നും നോക്കാതെ ഒരു വ്യക്തിയെ വരുന്നു, അവൻ എന്തോ പറയുന്നു, അവന് കുറച്ച് പൈസ കൊടുക്കുന്നു, അവൻ ആ വഴിക്ക് പോകുന്നു, എന്നിട്ട് മിണ്ടാതിരിക്കും. അതൊരു പരാതിപ്പെടാൻ പോലും തയ്യാറല്ല. പരാതിയുമായിട്ട് ചെന്നാൽ തന്നെ അവസ്ഥ ഇതാണ്. ഇതിനെയൊന്നും നിയമപരമായിട്ട് നേരിടാനൊന്നും എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പല തട്ടിലായിട്ട്. ഇവിടെയാണ് കേരളത്തിലെ മികച്ച കുറച്ച് കമ്പനികളുടെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതായത് നമ്മൾ കുറച്ച് ഡാറ്റാസ് അനലൈസ് ചെയ്തെന്താ, ഇവരുടെ ഇത്രയും നാളത്തെ ഹിസ്റ്ററി,
അതായത് ഇവർ ചെയ്തു പോയ വർക്കുകൾ ഇവർ എത്ര സർവീസ് കൊടുക്കുന്നു, മികച്ച സർവീസാണോ കൊടുക്കുന്നത്, ആഫ്റ്റർ സെയിൽസ് ഇവരെന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. ഒരു സോളാർ പ്രൊജക്റ്റ് വെച്ച് തരുന്നത് വലിയ കാര്യമൊന്നുമല്ല, അത് വിലക്കുറച്ച് വെച്ച് തരുന്നതും കാര്യമല്ല. ഒരു ന്യായമായ വിലയ്ക്ക് ഒരു സോളാർ പ്രൊജക്റ്റ് വെച്ച് തന്ന ശേഷം ഇത് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എത്ര പേർക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല്, ഈ പാനലൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ, കിട്ടുന്നത് എത്രയാണ്, കൊടുക്കുന്നത് എത്രയാണ്, ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ, ഒരു സർവീസ് സപ്പോർട്ടും ഇല്ലാതെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് കുറച്ച് നാളെ കുറഞ്ഞ് കിട്ടുന്നുണ്ട്, പിന്നെ സർവീസ് ഇല്ല, വാറണ്ടി ഇല്ല, ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ ആളും വയ്യ, എന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞുവിടും, അവന് കഴിവില്ല, അവനൊന്നും ചെയ്യുന്നില്ല, എന്നിട്ട് എന്ത് ചെയ്യും? അവനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് ഒരു മലയാളിയുടെ ശീലമാണ്, ദുശീലമാണ്. ഇതിന് പകരം എന്ത് ചെയ്യാം? നമ്മൾ സർവീസ് അഡ്വൈസേഴ്സിന് എപ്പോഴും ഒരു കാര്യം ഇനി ചെയ്യാൻ പോകുമ്പോൾ മിനിമം ഇത് കേൾക്കുന്ന ആൾക്കാരെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ? നമ്മൾ സോളാർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, എന്തൊരു കാര്യത്തിൽ നിങ്ങളൊരു വീട് പണിയാൻ പോകുന്നു, ആ വീട് പണിയിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു അഡ്വൈസർ, അതായത് സിവിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വൈസ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു 50,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തില്ല. കാരണം എന്ത് ചെയ്യും? ഒരു 3 കൊട്ടേഷൻ അല്ലെ 4 കൊട്ടേഷൻസ് എടുത്ത ശേഷം കമ്പയർ ചെയ്ത് നോക്കി സർവീസ് മറ്റ് കാര്യങ്ങളെല്ലാം എഗ്രിമെൻ്റ് പ്രകാരം ചെയ്യുന്ന ഒരാൾ. ഇങ്ങനെ ഓരോ മേഖലയിലും കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നതായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സർവീസുമായിട്ട് ഒരു വാഹനം എടുക്കുന്നതായിക്കോട്ടെ, നമ്മളിനി പെട്ടുപോകാൻ പാടില്ല. നമ്മളതൊരു തീരുമാനമായിരിക്കണം. റിവ്യൂസ് നോക്കണം. ഇതൊക്കെ നോക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ഓരോ കാര്യവും ചെയ്യരുത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് ഒരു സർവീസ് അഡ്വൈസർ കമ്മിറ്റി വെക്കുകയാണ്. നല്ല എക്സ്പേർട്ടുകളുടെ, അതായത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ സോളാർ വെക്കണോ വേണ്ടായോ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഈ മുടക്കുന്ന പൈസ എത്ര നാൾ കൊണ്ട് കിട്ടും? നിങ്ങൾക്ക് സബ്സിഡി ഉള്ള പ്രൊജക്റ്റ് വേണോ ചെയ്യാൻ, സബ്സിഡി ഇല്ലാത്ത പ്രൊജക്റ്റ് വേണോ ചെയ്യാൻ? ഇങ്ങനെ നിങ്ങൾക്ക് ലോൺ കിട്ടുമോ, ലോൺ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ എടുക്കണം, ലോണിൻ്റെ ശതമാനം എത്ര, മാസം അടവ് എത്ര വരും, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കൊള്ളാവുന്നതാണോ കൊള്ളാത്തതാണോ, ഈ കൊട്ടേഷൻസിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളാണോ വെച്ചേക്കുന്നത്, അവിടെ എല്ലാം കറക്റ്റാണോ ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് സബ്സിഡി കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് എഗ്രിമെൻ്റ് വെപ്പിക്കണം. 200 രൂപ പത്രത്തിൽ എഗ്രിമെൻ്റ് വെപ്പിക്കണം. അതായത് ഇത്ര സർവീസ് തരുമെന്നും ഇന്നതൊക്കെയാണ് കണ്ടീഷൻസും, ഇത് ഏതൊക്കെ കമ്പനിയെ കൊണ്ട് ചെയ്യിക്കണം, ഇതിനെക്കുറിച്ചുള്ളൊരു നല്ല ധാരണ തരാൻ വേണ്ടി നമ്മൾ ഒരു സർവീസ് അഡ്വൈസർ, അതായത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഇട്ട് തരിക, അതുപോലെ നിങ്ങളെ സമീപിച്ചിട്ടുള്ള വ്യക്തികളുടെ കൊട്ടേഷൻസ് ഇട്ട് തരിക. നമ്മളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച ശേഷം നിങ്ങൾക്കൊരു റിപ്പോർട്ട് തരും. അതിനുവേണ്ടിയുള്ളൊരു സാധ്യത നമ്മളിപ്പം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളൊരു ഫീസ് ഈടാക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അത് ഓരോ പ്രൊജക്റ്റിൻ്റെ അനുസരിച്ച്. നമ്മളിപ്പം തൽക്കാലം വെച്ചേക്കുന്നത് ഒരു വീടുകളിൽ നിന്നും റെസിഡൻഷ്യൽ പ്രൊജക്റ്റിന് ഒരു 250 രൂപയും കൊമേഴ്ഷ്യലിന് 1000 രൂപയും. പക്ഷേ കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ഒരു 10,000-15,000 രൂപ ബില്ല് വരുന്നവരുടെ കേസാണ്. ഒരു 20 കിലോ വാട്ടിന് മുകളിൽ വരുന്നവർക്ക് നമുക്ക് ഓരോ സ്കീം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. ഇപ്പം 100 കിലോ വാട്ട് വേണ്ടവർ കാണും, അല്ലെ വലിയ ലോൺ വേണ്ടവർ കാണും, അതുപോലെ പല സിസ്റ്റംസ് വേണ്ടവർ കാണും. ഇവരെയൊക്കെ ആ പ്രൊജക്റ്റിൻ്റെ അനുസരിച്ചിട്ട് ചില സൈറ്റുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം കാണും. ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ലാബുകൾ നിശ്ചയിക്കും, എന്നിട്ട് ആൾക്കാർക്ക് വേണ്ട സർവീസ് കൊടുക്കും. അപ്പം 250 രൂപ മുടക്കിയാൽ നമുക്ക് സോളാർ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 250 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റം ത്രൂ ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു സർവീസ് ആർക്കും പ്രൊവൈഡ് ചെയ്യത്തില്ല. പിന്നെ ഈ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് മാത്രമേ ഇട്ടു പോകുന്നത് മാത്രം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കൂടുതൽ കാര്യങ്ങൾ കാണാം, കൂടുതൽ ഓഫറുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.